നമസ്കാരം. ഞാൻ കഴിഞ്ഞ ധാരാളം വീഡിയോ, ഏതാണ്ട് 25ഓളം വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ പേയ്മെന്റ് കയറ്റുമതി ബിസിനസ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ബി ടേക്ക് നെസസറി പ്രിക്കോഷൻ അല്ലേ. അതിനകത്ത് നിങ്ങൾ ഏതൊരു ഇന്റർനാഷണൽ ബയേഴ്സുമായിട്ട് ബന്ധപ്പെടും, നമ്മൾ ഉടനെ പറയും നമുക്ക് പേയ്മെന്റ് LC വേണം എന്ന് പറയും അല്ലേ. പേയ്മെന്റ് LC വന്നു എന്ന് പറഞ്ഞ് ചാടിക്കയറി കച്ചവടം ചെയ്യാൻ പോകരുത്. കാരണം LC എന്തോന്ന് LC എന്ന് നോക്കണം. LC എന്തോന്ന്, എന്ത് ടൈപ്പ് LC ആണ്. ഓരോ LCക്കും ഓരോ ക്യാരക്ടറാണ്, ഓരോ സ്വഭാവമാണ് ഓരോ LCക്കും. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദർ ആർ ആൾ ടുഗദർ 24 ഇന്റർനാഷണൽ മോഡ് ഓഫ് പേയ്മെന്റ്സ്. അതിൽ ഒന്നാമത്തെ ഞാൻ പറയുകയാണ് ഇപ്പോൾ. അപ്പോൾ 2, 3 എന്നുള്ളതെല്ലാം ഓരോരോ വീഡിയോയിൽ പ്രത്യേകം വരും. കാരണം റെഡ്യൂസിങ് ദ ടൈം കൺസ്യൂംഡ് ബൈ ഈച്ച് ആൻഡ് എവറി വീഡിയോ. അതുകൊണ്ട് വളരെ ഷോർട്ടാക്കി പറയുകയാണ്. ഓരോ വീഡിയോയിലും ഒരു പോയിന്റ്. LC ഫസ്റ്റ്, LC എന്താണ്? ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അതിന്റെ ഷോർട്ട് ഫോമിൽ പറയുകയാണ് LC. അപ്പോൾ ഒരു ബയർ പ്രൈസ് അപ്രൂവ് ചെയ്തു, FOB പ്രൈസ് അപ്രൂവ് ചെയ്തു, CAA പ്രൈസ്. LC ബാങ്കിൽ ഓപ്പൺ ആക്കിയതിന് ശേഷം മാത്രമേ സാധനം അയക്കാവൂ എന്ന് ധാരാളം പേര് നമ്മൾക്ക് അഡ്വൈസ് ചെയ്യാറുണ്ടാവും. പക്ഷേ ഈ പ്രൈസ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇമീഡിയറ്റ് ആയിട്ട് ബയർ LC ഓപ്പൺ ആക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് we have to serve him a proforma invoice. I told you what is proforma invoice. Proforma invoice is a dummy invoice. Duplicate invoice-നാണ് proforma invoice എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ proforma invoice നമ്മൾ വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ മതി. The buyer will take a printout of this proforma invoice and he will submit this proforma invoice to his bank account. അല്ലെ, ബാങ്ക് ബയർ അയാളുടെ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അതിലെല്ലാം ഉണ്ടാവും. ഏതാണ്? ബാങ്ക് ഒരു ചോദ്യവും ചോദിക്കില്ല. ഏത് രാജ്യത്താണ് കയറ്റുമതി ചെയ്യാൻ പോകുന്നത്, ഇറക്കുമതി ചെയ്യാൻ പോകുന്നത്, ആര് ചോദിക്കില്ല? ബയ്യറുടെ ബാങ്ക് ചോദിക്കില്ല. ജസ്റ്റ് എക്സാമ്പിൾ, ബയ്യർ ദുബായിലാണെങ്കിൽ അയാൾ നമുക്ക് പേയ്മെന്റ് തരാൻ വേണ്ടിയിട്ട് അയാളുടെ ബാങ്കിൽ പോയി LC ഓപ്പൺ ആക്കാൻ പോകും. LC മീൻസ് ട്രാൻസ്ഫറിങ് മണി ഫ്രം വൺ ബാങ്ക് ടു അനദർ ബാങ്ക്. അപ്പോൾ അയാളുടെ ബാങ്ക് ഏത് രാജ്യത്ത്, ഏത് ബയ്യറിന്റെ നിന്നാണ്, നിങ്ങൾ ഏത് എക്സ്പോർട്ടറിൽ നിന്നാണ് വാങ്ങാൻ പോകുന്നതെന്ന് ചോദിക്കില്ല. കാരണം ഇറ്റ് ഈസ് ദെയർ ഇൻ ദ പ്രൊഫോർമ ഇൻവോയ്സ് അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്ത് കമ്മോഡിറ്റിയാണ് വാങ്ങാൻ പോകുന്നതെന്ന് ചോദിക്കില്ല. കാരണം അത് പ്രൊഫോർമ ഇൻവോയ്സിലുണ്ട്. അതിന്റെ ഇന്റർനാഷണൽ ഡോളർ വാല്യൂ എന്താണെന്ന് ചോദിക്കില്ല. ആര് ചോദിക്കില്ല? ബയ്യറുടെ ബാങ്ക് ചോദിക്കില്ല. കാരണം അതുണ്ട് ഏതില്? പ്രൊഫോർമ ഇൻവോയ്സിൽ അല്ലേ. അതുപോലെ ബയ്യറുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഏത് ബാങ്കാണ് ചോദിക്കില്ല. അക്കൗണ്ട് നമ്പർ ചോദിക്കില്ല, സ്വിഫ്റ്റ് കോഡ് ചോദിക്കില്ല. എന്താ, എല്ലാം ഇതിനകത്തുണ്ട്. അതിന് താഴെ അടിച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് സെർവ് ചെയ്യും. നമ്മളാണല്ലോ എല്ലാ ഡീറ്റെയിൽസും. എങ്ങനെ ബയ്യറിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടും അക്കൗണ്ട് നമ്പറൊക്കെ അറിയാൻ പറ്റും? നമ്മൾ കൊടുത്താലല്ലേ അറിയാൻ പറ്റുള്ളൂ. സോ ബിഫോർ ഓപ്പണിംഗ് LC we have to send a copy of proforma invoice to the international buyers, which will help him to open LC in our favor. Clear? അപ്പോൾ ഇതാണ് ഫസ്റ്റ്. അപ്പം LC ഓപ്പൺ ആകുന്നു അല്ലേ. LC ഓപ്പൺ ആയിട്ട് അടുത്ത സ്റ്റേജ് എന്താണ്? അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.